പെരിന്തൽമണ്ണയിലെ സാമൂഹ്യ സേവകരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ നജീബ് കാന്തപുരം എംഎൽഎയുടെ ഹെൽത്ത് കാർഡ് പദ്ധതി. ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ 1000 പേർക്ക് ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു. MP അബ്ദുസമ്മദ് സമദാനി MP ഹെൽത്ത് കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ അടിത്തട്ടിലുള്ളവരെ സംരക്ഷിക്കേണ്ടത് സാമൂഹ്യ ബാധ്യതയാണെന്ന് MP പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ വിവിധ സാമൂഹ്യ സന്നദ്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്കായി നജീബ് കാന്തപുരം MLA നടപ്പാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലാണ് ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തത്. പെരിന്തൽമണ്ണയിലെ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നത്. മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരായ അംഗൻവാടി ആശാപ്രവർത്തകർ, ഹരിതകർമ്മസേന, CDS, പരിരക്ഷാ നഴ്സുമാർ, ട്രോമ കെയർ വളണ്ടിയർമാർ, ആംബുലൻസ് ഡ്രൈവർ, പഞ്ചായത്ത്, മുനിസിപ്പൽ അംഗങ്ങൾ എന്നിവർക്കാണ് ഹെൽത്ത് കാർഡുകൾ നൽകി MP അബ്ദുസമ്മദ് സമദാനി ഹെൽത്ത് കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചത്. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജോലി ചെയ്യുന്ന അടിസ്ഥാന വർഗ തൊഴിലാളികൾ അവഗണിക്കപ്പെടാൻ പാടില്ലെന്നും അവരെ സംരക്ഷിക്കേണ്ടത് സാമൂഹിക ബാധ്യതയാണെന്നും അബ്ദുസമ്മദ് സമദാനി MP പറഞ്ഞു. സാമ്പത്തിക പുരോഗതി അവകാശപ്പെടുമ്പോഴും അടിത്തട്ടിലെ തൊഴിലാളികൾ തുച്ഛമായ വേതനത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്നത് നീതിയല്ല. ഇവരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ സർക്കാർ പദ്ധതികളെപ്പോലും കാത്തുനിൽക്കാതെ നജീബ് കാന്തപുരം MLA നടപ്പാക്കിയ ഏറ്റവും മനുഷ്യസ്പർശിയായ പദ്ധതിയാണിതെന്നും സമദാനി അഭിപ്രായപ്പെട്ടു. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളായ ഞങ്ങൾക്ക്, ഇവിടുത്തെ പൗരപ്രമുഖരായ ആളുകൾക്ക്, ഹോസ്പിറ്റൽ ഉടമകൾക്ക് ഞാനൊരു കാര്യം പരിചയപ്പെടുത്താം. പെരിന്തൽമണ്ണയെ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും ഈ സ്ത്രീകളാണ്, ഈ സഹോദരിമാരാണ് എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ട. ഇവരാണ് പെരിന്തൽമണ്ണ. ഓരോ ഗ്രാമങ്ങളിലും അവർ കയറിയിറങ്ങാത്ത ഒരു വീടില്ല. ഓരോ ഗ്രാമത്തിലും അവർ അറിയാത്ത ഒരു ജീവിത പ്രാരാബ്ധമില്ല. അവിടെ കഷ്ടപ്പെട്ട് കിടക്കുന്ന വീടുകളിൽ കഷ്ടപ്പെട്ട് കിടക്കുന്ന ആരും പരിചരിക്കാനില്ലാത്ത ആളുകളെ പരിചരിക്കുന്നത് ഇവരാണ്. ആരും നോക്കാനില്ലാത്തവരുടെ വീട്ടിലേക്ക് എല്ലാ സഹായങ്ങളുമായി എത്തുന്നത് അവരാണ്. നമുക്കൊക്കെ രോഗം വരുമ്പോൾ വലിയ ആധിയാണ്, കോവിഡ് വരുമ്പോൾ വലിയ പേടിയാണ്, പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ വലിയ ആശങ്കയാണ്. എന്നാൽ നാട് മുഴുവനും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും തങ്ങൾക്കും ഒരു കുടുംബമുണ്ട് എന്നാലോചിക്കാതെ വീടുകളിലേക്ക് കയറിപ്പോകുന്ന ആശാവർക്കർമാർ ഈ കൂട്ടത്തിലുണ്ട്. അവരെക്കുറിച്ചല്ല ആലോചിക്കുന്നത്. നമ്മുടെ അംഗൻവാടി ടീച്ചർമാരും ആയമാരും, അവരെക്കുറിച്ച് ഞാൻ ടീച്ചർമാരെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങൾ വർക്കർമാരല്ല, നിങ്ങൾ ടീച്ചർമാരാണ്. കാരണം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആദ്യാക്ഷരത്തിൻ്റെ മധുരത്തിലാണ് നമ്മളുടെ കുട്ടികൾ കീഴടക്കുന്ന ലോകം എന്ന തിരിച്ചറിവ് തീർച്ചയായും എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വർക്കർമാർ എന്ന് വിളിക്കുന്നത് നിങ്ങൾ അപമാനിക്കലാണ്. നിങ്ങൾ അധ്യാപകരാണ്, നിങ്ങൾ അംഗൻവാടിയിലെ ടീച്ചർമാരാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ മുഖ്യാതിഥിയായിരുന്നു. മുൻമന്ത്രി നാലകത്ത് സൂപ്പി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT അഫ്സൽ, C സുകുമാരൻ, CM മുസ്തഫ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ C സേതുമാധവൻ, V ബാബുരാജ്, AK നാസർ, വിവിധ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളായ ഡോക്ടർ P ഉണ്ണീൻ, ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, ഡോക്ടർ KP ബാലകൃഷ്ണൻ, പ്രജീഷ്, മഹേഷ്, രാംദാസ്, നഹാസ്, M നിസ്താർ തുടങ്ങിയവർ പങ്കെടുത്തു. കിംസ് അൽഷിഫ, മൗലാന, MES മെഡിക്കൽ കോളേജ്, BKCC ക്രാഫ്റ്റ്, എൻഡോഡയബ് നഴ്സിംഗ് ഹോം, രാംദാസ് ക്ലിനിക്ക്, അസൻഡെ എന്നീ ഹോസ്പിറ്റലുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഈ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്ന കാർഡ് ഹോൾഡർമാർക്ക് എല്ലാ ആശുപത്രികളിലും വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകും. ഇതോടൊപ്പം ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസിയും അനുവദിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ ചെറിയ വേതനത്തിന് വലിയ സേവനം ചെയ്യുന്ന അടിസ്ഥാന വിഭാഗത്തെ ചേർത്ത് പിടിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതിക്ക് നേതൃത്വം നൽകാൻ നജീബ് കാന്തപുരം MLAയെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ഓണത്തിന് MLA ക്രിയോണം എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിക്കിടെയാണ് ഇത്തരമൊരു ആരോഗ്യ പരിരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചത്. 2 വർഷമായിട്ട് ഞങ്ങൾക്ക് ഓണത്തിന് ഓണപ്പടയും തരുന്നുണ്ട്, കപ്പ് തരുന്നുണ്ട്, ഓണസദ്യ തരുന്നുണ്ട്. അതിലേക്കും വലിയതായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടിയത്, ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ്. ചെറിയതായാലും വലിയതായാലും ഞങ്ങൾക്ക് ഈ കാർഡ് മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാമല്ലോ. എത്ര വലുതാണെങ്കിലും ഇതേവരെ ഞങ്ങളൊരു MLA എന്നല്ല, ഒരു മെമ്പറായാലും ഒരു പ്രസിഡൻ്റ് ആയാലും ഞങ്ങളെ കണ്ടറിഞ്ഞിട്ടില്ല. ഇപ്പം ഞങ്ങൾ എല്ലാവരുടെയും ഈ ഇത്രയും എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും സർവ്വ ഐശ്വര്യം ഞങ്ങൾ ഈ MLAക്ക് കൊടുക്കാൻ ആരോഗ്യവും ആയുസ്സും കൊടുത്തിട്ട് MLA ഞങ്ങളെ കൂടെ എപ്പോഴും നിൽക്കട്ടെ എന്നുള്ളൂ ഞങ്ങൾക്കൊരു പ്രാർത്ഥന. ഇതുവരെ ഇത് അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ സന്തോഷമാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ മരുമകൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒരു ഹെൽത്ത് കാർഡ് ഇല്ലാഞ്ഞിട്ട് ഒരുപാട് പൈസയായി. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു,
എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലും വെച്ചിട്ട് അന്ന് മുതൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്താ ചെയ്യുക ഈശ്വര, എപ്പോഴും അസുഖം വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് എന്താ ചെയ്യാച്ചോ, ദൈവത്തിനോട് ഞാൻ അങ്ങനെ എന്നും പ്രാർത്ഥിക്കുകയായിരുന്നു, ഈശ്വര ഒരു വഴി കാട്ടി തരണേന്ന്. ആ സമയത്താണ് സാറിൻ്റെ ഈ ഒരു കാർഡ് തരല്. സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കിത് ഈ കാർഡ് കിട്ടിയ MLA കാർഡ് കിട്ടിയത് സന്തോഷമാണ്. എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. പറഞ്ഞോളൂ. അതുകൊണ്ട് ഒരാശുപത്രി കണ്ടപ്പോൾ എനിക്ക് ഒരു കാർഡും ഇല്ല, ഇൻഷൂർ കാർഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കിട്ടിയത് ഏറ്റവും നല്ല സന്തോഷമാണ്. Adorn your beauty with sparkling purity. Maharajika Gold and Diamonds.